सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഞങ്ങളുടെ ജീവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. പക്ഷെ അവരുടെ കാര്യം കഷ്ടമായി പോയി. ആ പിങ്കി പാങ്കി പോങ്കിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വേറെ ഗ്രഹത്തിൽപ്പെട്ടവരാണെങ്കിലും അവര് മനുഷ്യന്മാരല്ലേ. എന്റെ അമ്മോ മോട്ടുപത്രോ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിന്റെ മനസ്സിൽ അവരെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ നീ വെറുതെ വിഷമിക്കുന്നത്? എന്തൊക്കെ സംഭവിക്കണമോ അതൊക്കെ സംഭവിക്കും. സംഭവിക്കും. തെറ്റ്. എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് പത്ലു? ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്താ സംഭവം? പിങ്കി പാങ്കി പോങ്കി, നിങ്ങൾ രക്ഷപ്പെട്ടോ? നിങ്ങൾ 3 പേരും ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ എന്തിനാ നിൽക്കുന്നതെന്ന് അറിയാത്തത്? സ്പേസിൽ ഒരുപാട് നേരം കറങ്ങി തിരിഞ്ഞ് അവസാനം താഴോട്ടേക്ക് വന്നതാണോ? ഡോക്ടർ ജഡ്ക, ഈ 3 പേര് ഇത്രയും സാഹസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുർഫുറി നഗറിലേക്ക് വീണ്ടും എന്തിനാ വന്നിരിക്കുന്നത്? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഗോൾഡൻ ചെറിയ ഗ്രഹവും ബ്ലാക്ക് ചെറിയ ഗ്രഹവും ഒന്നിച്ചാൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടാകുമെന്ന്. ആ ശക്തി ഉണ്ടല്ലോ ഇവരുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്റെ ബലമായ സംശയം ഇവർക്ക് 3 പേർക്കും ആ സൂപ്പർ പവർ കിട്ടി. അതും ഇതും പറയല്ലേ. എന്റെ കാത് വളരെ ഷാർപ്പാണ്. നിങ്ങൾ ശരിക്കു തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വി ആർ ദി സൂപ്പർ ഹീറോസ് ഓഫ് ദി മാർസ്. സൂപ്പർ ഹീറോസ് എന്ന് പറയരുത്, സൂപ്പർ വില്ലൻ എന്ന് പറ. സൂപ്പർ വില്ലൻസ് ഓഫ് മാർസ്. ചെയ്യുന്ന ജോലി മുഴുവനും വില്ലന്മാരുടെയും, എന്നിട്ട് പേര് ഹീറോ എന്നും വേണോ അല്ലേ? എടോ, ഹീറോ എന്ന് പറയാൻ തനിക്ക് ഒരു യോഗ്യതയില്ലടോ. വില്ലനെങ്കിൽ വില്ലൻ. പക്ഷേ നീ എന്താ ഹീറോ ആണെന്ന് കരുതുന്നുണ്ടോ? വലിയ പരാക്രമിയാണെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾ ബാങ്കിൽ നിന്നും രത്നങ്ങൾ കവർന്നെടുക്കുക തന്നെ ചെയ്യും. പിന്നെയും ഒരുപാട് കൊള്ളകൾ അടിക്കും. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തടഞ്ഞോ? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ചെന്തെങ്കിലും ചെയ്യേ. എന്താലോചിക്കാനാ മോട്ടു? ഒന്നും ആലോചിക്കാനില്ല. നീ ഈ സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. ഇനി നോക്കാം നമുക്ക്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുമെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ പത്ലു, ഈ പഞ്ചിന്റെ പവറ് അവനല്ല, എനിക്കാണ്. കണ്ടില്ലേ, കൈ വീങ്ങിപ്പോയത്. അവന്റെ വയറൊരു പാറക്കല്ല് പോലെ ഉണ്ട് പത്ലു. ഇനിയും അടിക്കാൻ ആഗ്രഹിക്കുന്നോ? 1 2 3 ഗോ. വെള്ളത്തിൽ കിട്ടി. ഇനി ജോണായിരിക്കും ജോൺ തന്നെയായിരിക്കും. എനിക്ക് ഇപ്പോഴും സമാധാനമായത്. ഇനി ബോട്ടുവിന്റെ പത്തിലവന്റെ കാര്യം ലെവന്മാര് നോക്കിക്കോളും. നമ്മള് ഫ്രീ ആയി. അവന്മാർക്ക് മുടിഞ്ഞ ശക്തിയാ കേട്ടോ. ഇനി നമുക്ക് അവന്മാരുടെ കൂടെ നിൽക്കാം. അവന്മാരുടെ കൂടെ കൂട്ടുകൂടുകയാണെങ്കിൽ ഈ ജോണായിരിക്കും ഡോൺ. ജോണായിരിക്കും ഡോൺ. ജോൺ ഡോൺ ജോൺ.
വിടൂ എന്നെ വിടാൻ. ജോൺ ജോൺ ജിങ്ക് ജിക്ക ജിങ്ക് ജിക്ക എന്റെ സുഹൃത്തിനെ നിങ്ങൾ എന്താ ചെയ്തത്? ഞാനിപ്പം നിങ്ങളെ എങ്കിൽ ശരി, ഇത് കണ്ടോ, നീയും നിന്റെ കൂട്ടുകാരനെ പോലെ കറങ്ങ്. ഇന്നാ പിടിച്ചോ. എന്റെ അമ്മോ മുട്ടുപത്തലോ ചിങ്കം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ ഇവിടെ ആർക്കും ധൈര്യം വരില്ല. ഇനി ഇവരെന്താ ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള് അറിയാമല്ലോ, എംപോസിബിള്. എന്റെ അമ്മോ, ഇളനീത് എത്ര പെട്ടെന്ന് പൊളിച്ചോ, അതും കണ്ണിന്റെ പവർ കൊണ്ട് മാത്രം. എന്റെ അമ്മോ, എക്സെപ്റ്റ് വണ്ണ്. അയ്യോ, ഈ ഫുർഫുറി നഗരത്തിന് ഇത് എന്ത് പറ്റി? ഓടാം ഓടാം, ഓരോ ഉറപ്പുമില്ല ഇവര് നമ്മുടെ കൂടെ എന്തൊക്കെ ചെയ്യുന്നത്. ആരും ഇവിടുന്ന് എങ്ങോട്ടും പോവരുത്. ആരും തന്നെ ഈ പിങ്കിയെയും പോങ്കിയെയും പാങ്കിയെയും പേടിച്ചുകൊണ്ട് ഈ ഫുർഫുറി നഗരത്തിൽ നിന്ന് പോകാൻ ശ്രമിക്കരുത്. ഞാൻ ഈ മൂന്നെണ്ണത്തിനെയും വീണ്ടും തിരിച്ച് സ്പേസിലേക്ക് പറഞ്ഞയച്ചിട്ട് വരാം. ഇത്ര അടി കിട്ടിയെങ്കിലും നിങ്ങളുടെ ധൈര്യത്തിന് ഒരു കുറവുമില്ല. യു ആർ മോസ്റ്റ് വെൽക്കം. ഹോയ് മോട്ടു, എന്റെ ചങ്ക്, സമൂസ കഴിച്ചാലൊന്നും ഇവന്മാരോട് എതിരിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒന്ന് വന്നേ, നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാ ബുദ്ധി. ഇല്ല വലിയേട്ടാ, എന്നെ തടയരുത്, തടയരുത്. മോട്ടു ആരെയും എപ്പോഴും പേടിച്ചോടുന്ന ഒരാളല്ല. എന്റെ മോട്ടു സിറ്റുവേഷൻ മനസ്സിലാക്ക്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. വാ, നമുക്ക് ഇവിടുന്ന് പോവാ. അല്ല, എവിടേക്ക് എല്ലാവരും പോകുന്നത്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാം. നിങ്ങൾ ഞങ്ങളുടെ വെൽവിഷർ അല്ലേ? എന്റെ പൊന്നു ചങ്കുകളെ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ സംഭവം അങ്ങ് വിടാൻ പോവാ. എന്റെ അമ്മോ, ഞാൻ താഴേക്ക് വീഴും. രക്ഷിക്കണേ, മോട്ടുപത്രം എന്തെന്ന് ചെയ്യൂ. ഐഡിയ ദേ കണ്ടോ, പിങ്കി എത്ര മനോഹരിയാണ്. പക്ഷെ അവളുടെ മുടി എങ്ങനെയാ വെളുത്തു പോയത്? എന്ത്? എന്റെ മുടി വെളുത്തതാണെന്നോ? ഓ നോ! മുടി കറുത്തതാണല്ലോ, പിന്നെന്താ അവർ വെളുത്തതാണെന്ന് പറഞ്ഞത്? എന്റെ പൊന്നു പങ്ങളെ, അവന്മാരെ വെറുതെ തള്ളിയതല്ലേ, രക്ഷപ്പെടാനുള്ള വഴിയല്ലേ. ആ പത്തലുവിന്റെ ബുദ്ധിയാണിത്. ഈ പുതിയ കുള്ളനേതാ? ജോൺ, ഭൂമിയിലെ വലിയ സംഭവ അധോലോക. ആ മോട്ടുവിനെ കൊണ്ട് വലിയ ശല്യമാണതേ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. അവൻ കാരണം എന്റെ സ്വപ്നങ്ങളൊന്നും അങ്ങ് നടക്കുന്നില്ല. മോട്ടു പത്തലുവിനെയാണ് വേണ്ടത്. തനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അവരെ എവിടെ കിട്ടും? അതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ. അവന്മാർ എവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാന്നേ. സംഭവമൊക്കെ ശരി, പക്ഷെ എന്റെ ആജ്ഞ പോലെ നടക്കൂ, കേട്ടല്ലോ. ആജ്ഞയോ? ആജ്ഞ? സോറി, ആജ്ഞയല്ല, അപേക്ഷയാണ്. മലയാളത്തെ കുറച്ച് പിടിപാട് കുറവ് പെങ്ങളെ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. എന്നോട് ക്ഷമിക്കണം പെങ്ങളെ. നിങ്ങൾ 3 പേരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ആ മോട്ടുവിനെ പത്തലുവിനെ കാണിച്ചു തരാം. എന്നിട്ട് അവന്മാരുടെ കഥ നിങ്ങൾ കഴിക്കണം. എന്നിട്ട് വേണം എനിക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടാൻ. സമ്മതമാണോ? സമ്മതമാണ്.
നമ്മളെല്ലാവരും ഇപ്പോ ഈ കാര്യം വളരെ വ്യക്തമായും സ്ഫുടമായും മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് അവനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം അവനോട് കളിക്കാൻ. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്. സൂപ്പർ വില്ലനോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സൂപ്പർ ഹീറോസ് ആക്കിയേ മതിയാകൂ. ആ പവേഴ്സ് ഞങ്ങൾക്ക് തന്നേ മതിയാകൂ. ഓ എന്റെ ചങ്കുകളെ, എനിക്ക് കുറച്ച് സമയം വേണം. എങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സൂപ്പർ പവർ ഉള്ളവരാക്കി മാറ്റാൻ ചങ്കുകളെ. നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ? പോയി മോട്ടു പത്രോ, നിങ്ങൾ വേഗം ഈ സിഗ്നൽ വഴി പുറത്തേക്ക് ചാടാൻ നോക്കിക്കോ. ലെവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്നേ. ചെല്ലു. എവിടെ പോയി ഒളിച്ചു കിടക്കുക? ഞാൻ പറയാം, പക്ഷേ എന്നെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാമോ? You are looking so funny. എന്തായാലും ശരി, ഇതെല്ലാം ആ ജഡ്കയുടെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരെ രണ്ടുപേരെ ജഡ്ക ഇവിടുന്ന് പുറത്ത് കടത്തിയിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പ്. എങ്കിൽ വാ, വെളിയിൽ പോയി നമുക്ക് നോക്കാം. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാനും പോയേക്കാം. എന്റെ അമ്മോ, ഈ ജോൺ അവരോടൊപ്പം കൂടിയിരിക്കുന്ന വിവരം ഇപ്പൊ തന്നെ നമുക്ക് മോട്ടു പത്രുവിനെ അറിയിക്കണം. ഹലോ ഹലോ ചിങ്കം സാറേ, ഇനിയും എത്തിയിട്ടില്ലല്ലോ. ഇതിന്റെ വഴി അടഞ്ഞു പോയല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഹലോ മോട്ടു പത്രു, ഒന്നിങ്ങോട്ട് കേറി വന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ് ഈ ജോൺ. ജോൺ, നീ വീണ്ടും ശത്രുക്കളുടെ കൂട്ടത്തിൽ പോയി ചേർന്നു അല്ലേ? ഇന്നോ 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 ബോസ്, നിങ്ങൾ ഉള്ളപ്പോ തന്നെ അവൻ എനിക്ക് ഇത്ര കിടിയിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇല്ലാത്തപ്പോഴോ? നീ വളരെ തമാശക്കാരനാ. Watch India's largest kids library only on Jio Hotstar. Download the app now.